ഇത്രമാത്രം പുറന്തള്ളുന്ന ഒരു ട്രെയിൻ. ഡീസലുമില്ല, മലിനീകരണവുമില്ല. കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇത് സത്യമാണ്. 2026 ജൂലൈ 17 ഇന്ത്യ ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില രാജ്യങ്ങളുടെ ക്ലബിൽ ചേർന്നു. ജർമ്മനി, ജപ്പാൻ, US, ചൈന എന്നിവയ്ക്കൊപ്പം സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന രാജ്യങ്ങളുടെ ക്ലബിൽ. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ ട്രെയിൻ സാധ്യമാക്കിയതിൽ ഒരു കൊച്ചി കമ്പനിക്കും വലിയ പങ്കുണ്ട്. 2026 ജൂലൈ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഈ ട്രെയിനിന്റെ പേര്. പ്രധാനമന്ത്രിയുടെ പേരിന്റെ ചുരുക്കെഴുത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് 89 കിലോമീറ്റർ ദൂരത്തിൽ ഇത് ഓടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പൂർണ്ണമായും തദ്ദേശീയമായി, അതായത് ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുമുള്ള ട്രെയിനാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ് ഈ ട്രെയിൻ വികസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡും നമോ ഗ്രീൻ റെയിലിനുണ്ട്. നിലവിൽ US, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയും ആ പട്ടികയിൽ ഇടം നേടി. ഇനി നമുക്ക് ആ ട്രെയിനിന്റെ സാങ്കേതിക വശം നോക്കാം. സാധാരണ ഡീസൽ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രെയിനിനുള്ളിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമോ ഗ്രീൻ റെയിലിന്റെ രണ്ടറ്റത്തായി ഓരോ പവർ കാർ ഉണ്ട്. ഓരോ പവർ കാറുകളിലും ഹൈ പ്രഷർ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളും ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളും ചേർന്ന 4 ഇന്റഗ്രേറ്റഡ് പവർ പാക്കുകളുണ്ട്. ട്രെയിനിൽ സൂക്ഷിച്ചിരിക്കുന്ന കംപ്രസ്ഡ് ഹൈഡ്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ഫ്യൂവൽ സെല്ലുകൾക്കുള്ളിൽ പ്രതിപ്രവർത്തിക്കുന്നു. ഈ രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ബാറ്ററികളിലേക്കും ട്രെയിനിന്റെ മോട്ടോറുകളിലേക്കും പോകുന്നു. ഇതിന്റെ ഏക ബൈ പ്രോഡക്റ്റ് എന്താണെന്നറിയാമോ? ജലബാഷ്പം, അതായത് സീറോ കാർബൺ എമിഷൻ. സാധാരണ ഇലക്ട്രിക് ട്രെയിനുകൾക്ക് മുകളിൽ ഓവർഹെഡ് വൈദ്യുതി ലൈനുകൾ വേണം. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനിന് അതൊന്നും വേണ്ട. അതുകൊണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്ത റൂട്ടുകളിലും ഡീസലിന് പകരം ഇത് ഉപയോഗിക്കാം. ഇനി ഈ ട്രെയിനിന്റെ പ്രധാന വിവരങ്ങൾ നോക്കാം. 8 പാസഞ്ചർ കോച്ചുകളും 2 പവർ കാറുകളും ചേർന്ന് ആകെ 10 കോച്ചുകൾ. 2600 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കോച്ചുകളും ശേഷിയുമുള്ള ഹൈഡ്രജൻ പാസഞ്ചർ ട്രെയിനുകളിൽ ഒന്നാണ്. ആകെ 2400 കിലോ വാട്ട് ട്രാക്ഷൻ പവർ ഉണ്ട്. ഓരോ പവർ കാറും 1200 കിലോ വാട്ട് വീതം ഉൽപ്പാദിപ്പിക്കുന്നു. ട്രയൽ റണ്ണിൽ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡ്. നിലവിൽ യാത്രാ സർവീസിൽ 75 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. ദിവസേന 2 സർവീസുകൾ, ആകെ 356 കിലോമീറ്റർ. ഇതിന് വെറും 300 കിലോ ഹൈഡ്രജൻ മാത്രം മതി. ഈ ട്രെയിൻ വെറും ഒരു പുതിയ വാഹനമല്ല, ഇത് ഇന്ത്യയുടെ വലിയൊരു കാലാവസ്ഥാ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഒന്നാമതായി ഇത് ഇന്ത്യയുടെ 2070 നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തെയും 2030 റെയിൽവേ പൂർണ്ണമായി ഡീകാർബണൈസ് ചെയ്യാനുള്ള പദ്ധതിയെയും പിന്തുണയ്ക്കുന്നു. രണ്ടാമതായി ഇത് 2023 ആരംഭിച്ച നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് ഉത്തേജനം നൽകുന്നു. മൂന്നാമതായി ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്ത പരിസ്ഥിതി പ്രാധാന്യമുള്ള റൂട്ടുകളിൽ ഡീസലിന് പകരം ഇത് ഉപയോഗിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ചിലവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യാം. ട്രെയിൻ ഹരിയാനയിലാണ് ഓടുന്നത്. പക്ഷേ ഇത് സാധ്യമാക്കിയതിൽ ഒരു കൊച്ചി കമ്പനിക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് അറിയാമോ? ഹൈഡ്രജൻ ട്രെയിൻ ഓടണമെങ്കിൽ അതിൽ ഇന്ധനം നിറയ്ക്കാൻ ഒരു പ്രത്യേക റീഫ്യൂവലിംഗ് സ്റ്റേഷൻ വേണം. അതിമർദ്ദത്തിൽ ഹൈഡ്രജൻ കംപ്രസ് ചെയ്ത് സുരക്ഷിതമായ ട്രെയിനിലേക്ക് നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ. ജിദ്ദിലെ ഈ നിർണായക ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചും നൽകിയത് കൊച്ചി ആസ്ഥാനമായുള്ള ഫ്ലൂയിട്രോൺ എന്ന ടെക്നോളജി കമ്പനിയാണ്. ഇവരുടെ സാങ്കേതിക വിദ്യ ഡിസൈൻ ചെയ്തത് കൊച്ചിയിലും നിർമ്മിച്ചത് കോയമ്പത്തൂരിലുമാണ്. മണിക്കൂറിൽ 18 കിലോ ഹൈഡ്രജൻ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഹൈ പ്രഷർ കംപ്രസർ സിസ്റ്റം, 350 ബാർ മർദ്ദമുള്ള 2 ഡിസ്പെൻസറുകൾ, പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ ഫ്യൂവലിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോം എല്ലാം ഫ്ലൂയിട്രോൺ ആണ് ഡിസൈൻ ചെയ്ത് നൽകിയത്. ഫ്ലൂയിട്രോണിന്റെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ ടോം ജോസഫ് പറഞ്ഞത്, ട്രെയിനാണ് ആളുകൾ കാണുന്നതെങ്കിലും ഈ നേട്ടം സാധ്യമാക്കിയത് ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ എഞ്ചിനീയറിംഗ് ആണ്. ഇത് മാത്രമല്ല, ഡാർജിലിംഗ്, കൽക്ക, ഷിംല, നീലഗിരി പോലുള്ള ഹൈ റേഞ്ച് റെയിൽ റൂട്ടുകളിലും സമാനമായ ഹൈഡ്രജൻ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ഫ്ലൂയിട്രോൺ ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ഹൈഡ്രജൻ ഭാവിയിൽ കൊച്ചിയുടെ കയ്പ് വീണ്ടും വീണ്ടും കാണാൻ പോകുന്നു എന്നർത്ഥം. അടുത്ത തവണ ഈ ട്രെയിനിന്റെ വാർത്ത കാണുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ കൊച്ചിയുടെ എഞ്ചിനീയറിംഗ് മികവ് കൂടി ഉണ്ടെന്ന് അഭിമാനത്തോടെ ഓർക്കാം. ഇത് വെറും തുടക്കം മാത്രമാണ്. ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതി പ്രകാരം ഇനിയും നിരവധി റൂട്ടുകളിൽ കൂടി ഹൈഡ്രജൻ ട്രെയിൻ വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് ഡാർജിലിംഗ്, കൽക്ക, ഷിംല, നീലഗിരി പോലുള്ള റൂട്ടുകളിൽ ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഗ്രീൻ റെയിൽ ശൃംഖലകളിൽ ഒന്നായി മാറാനുള്ള ശ്രമത്തിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യയുടെയും കൊച്ചിയുടെയും ഈ ഹരിത നീക്കത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കും. ഹൈഡ്രജൻ വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ FCEV വീഡിയോ കാണാൻ സാധിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.